അസ്സലാമലൈക്കും. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരും ഓരോ പ്രഭാതങ്ങളിൽ പുതിയ പുതിയ വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഉണരുന്നത്. ജീവിതം ഓരോ ദിനങ്ങളും തള്ളി നീക്കാൻ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിനു വേണ്ടി ഏറ്റവും അധികം നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കുമ്പോൾ ഒരു ദിവസം ആ ദിവസത്തെ ധന്യമാക്കാൻ വേണ്ടി നാം ഇടുന്ന ഓരോ പദ്ധതികളും ആ പദ്ധതികൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുമ്പോൾ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ കുടുംബം. രണ്ട്, അവൻ്റെ കൂട്ടുകുടുംബം. മൂന്ന്, അവൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ. നാല്, അവൻ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചർച്ചകൾ. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചകൾ, കേൾവികൾ എല്ലാം പലതരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസത്തെ തള്ളി നീക്കുകയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൻ്റെ യാത്രയിൽ നമ്മളൊരു ഇടവേളകളിൽ നമ്മൾ കേൾക്കുന്ന കേൾവിയാണ് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളത്. ജീവിക്കാനുള്ള ചിന്തകളെക്കുറിച്ച് നമ്മുടെ മനസ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഇടവേളകളിൽ മലിനമായിട്ടുള്ള ചില അറിവുകൾ നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ കടന്നു വരും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ എന്നുള്ളത് നമുക്കെല്ലാവരെയും വിളിക്കാനുള്ള ഒരു സംവിധാനമാണെങ്കിലും ഇന്ന് അതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനും അതുപോലെ തന്നെ അറിയാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ നമ്മുടെ നല്ലൊരു സമയം നമ്മുടെ കാഴ്ചയും കേൾവിയും ഈ മൊബൈലിലാണ്. അപ്പോൾ ആ ഒരു വലിയ മൊബൈൽ എന്ന് പറയുന്ന സമുദ്രത്തിലേക്ക് നമുക്ക് കിട്ടുന്ന ഇടവേളകളിൽ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് പലതരം കാഴ്ചകൾ, പലതരം അറിവുകൾ, പലതരം വാർത്തകളൊക്കെ കാണാൻ കഴിയുന്നതാണ്. എല്ലാം കാണുക, എല്ലാം കേൾക്കുക എന്ന് പറയുന്ന ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. കാരണം നമുക്കൊരു ദിവസം, ആ ഒരു ദിവസത്തിൽ നമുക്ക് നമ്മളെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ആ ചിന്തയ്ക്ക് പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം എന്താണോ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അറിവുകൾ നേടുന്ന പ്രക്രിയ, അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ, ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള, പണം കിട്ടാനുള്ള, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള, അതുപോലെ തന്നെ പലതരത്തിലുള്ള പല പരിപാടികളും നമുക്കതിൻ്റെ അകത്ത് കാണാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവൻ അത്തരം മെസ്സേജുകൾ അല്ലെങ്കിൽ അത്തരം വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് അവനവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം മറ്റിതര ഭൗതികപരമായ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാട്ടിലെവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ തന്നെ വലിയൊരു കുഴപ്പത്തിലാണ്, അത് നമുക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല, നമ്മളത് തിരുത്താൻ കിടന്ന് പാടുപെടുമ്പോൾ മറ്റാരുടെയോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തലയിൽ വാരി വലിച്ച് കയറ്റി അത് കണ്ട് ആസ്വദിച്ച് അല്ലെങ്കിൽ അതിനൊരു പരിഹാസ രൂപേണ
പ്രതികരണങ്ങൾ നടത്തിപ്പോകുന്ന ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും കേട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രതികരിച്ചു പോകും. പക്ഷേ നമ്മളൊക്കെ എത്ര പ്രതികരിച്ചാലും ഈ ലോകത്തൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ ലോകം തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ യുഗം വരെ പരിശോധിച്ചാൽ ഇന്നും പല പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്രയോ അമ്പലങ്ങൾ, എത്രയോ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, അതുപോലെ തന്നെ എത്രയോ മുസ്ലിം പള്ളികൾ, ഇവിടെയൊക്കെ ദിനംപ്രതി പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന? ലോകത്ത് സമാധാനമുണ്ടാകാനും അതുപോലെ തന്നെ ജീവിത സൗഖ്യത്തിനും അതുപോലെ തന്നെ പാപമോക്ഷത്തിനും അങ്ങനെയൊക്കെ ഉള്ള മറ്റ് ഇതര മാറാവ്യാധികൾ തൊട്ട് എല്ലാത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ എല്ലാ മതപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും ഈ പ്രാർത്ഥന എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമായതുകൊണ്ട് എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നതും പള്ളിയിലേക്ക് പോകുന്നതും എല്ലാം ദൈവസ്നേഹം ഉള്ളതുകൊണ്ടാണ്. എന്തിനാണ് നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തിനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവവിശ്വാസമുള്ളവൻ കരുണയുള്ളവനായിരിക്കണം. കരുണയില്ലാത്തവൻ ദൈവത്തെ സ്നേഹിച്ചിട്ടൊരു പ്രയോജനവുമില്ല. അത് ചില ഹൈന്ദവ കഥകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ചില രാക്ഷസന്മാരൊക്കെ പ്രാർത്ഥനയ്ക്കിരുന്നു കൊണ്ട് ഈ പറയുന്ന ശിവനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരെയൊക്കെയോ പ്രാർത്ഥനയിലൂടെ തപസ്സിലിരുന്നു കൊണ്ട് അവരെ പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരുപാട് കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിലൊരു കഥയാണ് ഭസ്മാസുരൻ. ഭസ്മാസുരൻ്റെ ഒരു കഥ. എന്താണ് ഭസ്മാസുരൻ? വലിയ ഒരു അക്രമകാരിയും രാക്ഷസനുമായ അദ്ദേഹം ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കണമെന്നുള്ളൊരാഗ്രഹം, അതിന് തനിക്ക് എന്ത് നേടിയാൽ അത് കഴിയും എന്നുള്ള ചിന്തയിലൂടെ അദ്ദേഹം ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തിയാൽ, ശിവൻ്റെ ആ സ്നേഹം പിടിച്ചു പറ്റിയാൽ താൻ ഉദ്ദേശിച്ച കാര്യം നടക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിതീവ്രമായ ഒരു തപസ്സിന് വിധേയനായിക്കൊണ്ട് അദ്ദേഹം ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ശിവൻ എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ ചൂണ്ടുവിരൽ എവിടെയാണോ ഏത് നെറുകയിലാണോ തൊടുന്നത് അവിടം ഭസ്മമായി പോണം. ഇതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കൊടുക്കാതിരിക്കാൻ വേറെ വഴിയുമില്ല. ചോദിച്ച വരം കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നമാണ്. കാരണം അദ്ദേഹം അത്രയും തപസ് ചെയ്തു വന്നിരിക്കുകയാണ്. ശിവൻ ആ വരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സംശയം, ഈ കിട്ടിയ വരം യാഥാർത്ഥ്യമാകുമോ എന്നറിയാനായിട്ട് അദ്ദേഹത്തിൻ്റെ ചൂണ്ടുവിരൽ ശിവൻ്റെ നേരെ നീട്ടിയപ്പോൾ ശിവൻ ഭയന്നു ഓടുകയാണ്. അപ്പോൾ ആ ഓടുന്ന സമയത്ത് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും ഒരു സ്ത്രീ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ സ്ത്രീ സൗന്ദര്യം കണ്ടുകൊണ്ട് ശിവനെ വിട്ടുകൊണ്ട് ഈ സ്ത്രീ രൂപത്തെ നോക്കി മോഹിച്ച് അതിലേക്ക് തൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ ആ ആഗ്രഹം നിറവേറണമെങ്കിൽ താൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ ആ ആഗ്രഹം സാധിപ്പിച്ചു തരാം എന്ന വ്യവസ്ഥയിൽ ഒരു നൃത്തം ചെയ്യുന്ന പ്രക്രിയയാണ് മഹാവിഷ്ണു സ്ത്രീരൂപം പൂണ്ടുകൊണ്ട് ഈ ഭസ്മാസുരൻ്റെ മുമ്പിൽ വെക്കുന്നത്. അങ്ങനെ ഈ സ്ത്രീ നൃത്തം തുടങ്ങി. അവർ കാണിക്കുന്നത് പോലെ ഈ ഭസ്മാസുരനും കാണിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും നൃത്തത്തിൻ്റെ ആനന്ദ മൂർധന്യാവസ്ഥയിലേക്ക് വന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങി മഹാവിഷ്ണു തൻ്റെ ചൂണ്ടുവിരൽ മഹാവിഷ്ണുവിൻ്റെ നെറുകയിൽ വെച്ചപ്പോൾ
ഭസ്മാസുരനും ആ സ്റ്റെപ്പ് അതുപോലെ അനുകരിച്ചു കറങ്ങിക്കറങ്ങി സ്വന്തം നെറുകയിൽ വെക്കുകയും ഭസ്മമായി പോവുകയും ചെയ്തു. അപ്പോൾ ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം തന്നെ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥയും, എങ്കിൽ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറുവഴിയുമുണ്ട്. നമ്മൾ അള്ളാഹുവിനോടുള്ള മുഹബ്ബത്ത് പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുകയും അത് ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു വിധത്തിലും ചഞ്ചലപ്പെടാതെ അവനിലേക്ക് തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവൻ്റെ ആ ഒരു കരുണ നമ്മളോടൊപ്പമുണ്ടാവും. മറിച്ച് നമ്മുടെ സ്നേഹമെല്ലാം വെറും കാപഢ്യമാണെങ്കിൽ ഈ ഭസ്മാസുരൻ്റെ അവസ്ഥയായിരിക്കും നമുക്കുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കാൽക്കുലേഷൻ, ഓരോ ദിവസങ്ങളുടെയും കാൽക്കുലേഷൻ, ഒരു വർഷത്തിനുള്ളിൽ ഇന്നത്, അടുത്ത വർഷത്തിനുള്ളിൽ ഇന്നത് എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ പറയും, എൻ്റെ ഇബാദത്ത് അല്ലെങ്കിൽ എൻ്റെ നമസ്കാരം അടുത്ത റമദാൻ വരട്ടെ, അപ്പോൾ കൃത്യമായിട്ട് ഞാൻ തുടങ്ങും, അതുവരെ ഫ്രീ ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ ഉദ്ദേശം വെച്ചുകൊണ്ട് നന്നാകാനുള്ള ഒരു ടൈമൊക്കെ ഫിക്സ് ചെയ്യും. അത്തരം ടൈമുകൾ ഫിക്സ് ചെയ്തിട്ട് അത്തരം റമദാൻ വരുമ്പോൾ വീണ്ടും അവൻ അടുത്ത റമദാനിലേക്ക് പോകും. അവൻ്റെ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അവൻ്റെ മനസ്സ് വലിയ മോഹത്തിൻ്റെ ഉറവിടമായിരിക്കുകയാണ്. അതുകൊണ്ട് മോഹം അവനെ എപ്പോഴും സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ മോഹത്തിൽ നിന്നൊന്ന് വ്യതിചലിക്കാൻ അവനിക്ക് വലിയ പാടായിരിക്കും. കാരണം ആത്മീയമായ വഴിയിലേക്ക് മനസ്സിനെ കൊണ്ടുവന്നാൽ അവിടെ വെറും ഒരു ശൂന്യതയാണുള്ളത്. മറ്റൊടുത്ത് വലിയൊരു കലാലയം തന്നെയാണുള്ളത്. ഒരുപാട് കാഴ്ചകളുണ്ട്, കേൾവിയുണ്ട്, പരദൂഷണമുണ്ട്, വൃത്തികേടുകളുണ്ട്, എല്ലാം ആസ്വദിക്കാനുള്ള. ഇങ്ങോട്ട് തിരിഞ്ഞാൽ വേറെ എങ്ങോട്ടും നോക്കാൻ പാടില്ല. തൻ്റെ മനസ്സിലേക്ക് മാത്രം നോക്കി ശ്രദ്ധിച്ചു പോകേണ്ട ഒരവസ്ഥ. ഇത്തരം അവസ്ഥകളൊക്കെ ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് നേടിയെടുത്ത മഹാന്മാരെയാണ് നാമൊക്കെ ഇന്ന് പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അവരൊക്കെ അത്തരം ത്യാഗങ്ങൾ അനുഭവിച്ച് കടന്നു വന്നവരാണ്. മറിയം ബീവിയുടെ ജീവിതചരിത്രം പരിശോധിച്ചാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, അങ്ങനെയുള്ള ഒരുപാട് മഹാരഥന്മാരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം അവരുടെ ആ കഠിനമായിട്ടുള്ള ആ പ്രയത്നം, പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോഴും മനസ്സ് പതറാതെ തൻ്റെ റബ്ബിൽ മാത്രം ഉറച്ചു നിൽക്കാൻ കാണിച്ച അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രയത്നം കൊണ്ടാണ് ഇന്നും അബൂബക്കർ എന്നുള്ള പേരിന് പ്രസക്തി ഉള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മളൊക്കെ പറയുന്നതിൻ്റെ കാരണം അവരനുഭവിച്ച ത്യാഗത്തിൻ്റെ ഫലം കൊണ്ടാണ്. പക്ഷെ നമ്മളുടെയൊക്കെ പേര് കേട്ടാൽ എന്തു പറയും? അവൻ കള്ളനാണ്, അവനാൾ ശരിയല്ല, അവൻ പോക്കിരിയാണ്, അവൻ പറഞ്ഞ വാക്കൊന്നും പാലിക്കുന്നവനല്ല. ഇതൊക്കെയാണ് നമ്മളുടെ റളിയല്ലാഹു അൻഹു എന്നുള്ള അഭിസംബോധനകൾ. അപ്പോൾ ഇതിലേക്കൊന്നും നമ്മൾ റളിയല്ലാഹു അൻഹു എന്നോ അല്ലെങ്കിൽ നമ്മൾ മഹാനാണെന്നൊന്നും പറയണ്ട. പക്ഷെ നമ്മളൊന്ന് നന്നാവുക. ഞാനും പരിശ്രമിക്കുകയാണ്. ഈ പറയുന്ന ഞാൻ പരിശുദ്ധാത്മാവാണെന്നല്ല പറയുന്നത്, പരിശ്രമിക്കുകയാണ്. തെറ്റുകൾ പറ്റിക്കൊണ്ടേയിരിക്കും, തിരുത്തിക്കൊണ്ടേയിരിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. നമുക്ക് പിന്നെ തിരുത്താം എന്നുള്ള ചിന്ത മാറ്റുക. പിന്നെ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ മുമ്പിലില്ല. കാരണം നമ്മളെപ്പോൾ മരിക്കും എന്നുള്ളത് നമുക്ക് പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു വലിയ സൂഫി വര്യൻ അദ്ദേഹം പാടുമായിരുന്നു, നാളങ്ങു പോകട്ടെ നാളെയാകട്ടെ, നാളേക്കും നാളെ നീളം വിട്ടാട്ടെ, പോകുന്നു ആഴ്ചകൾ മാസങ്ങൾ കൊല്ലം, ഘടികെ കണക്കെ നിൻ്റെ ആയുസ്സിൻ തീർച്ച എന്ന് പാടിയ ഒരു വലിയ സൂഫി ചമസ്താൻ. അവരങ്ങനെ പാടുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ്. നാളെ ആകട്ടെ ലോട്ടറി ടിക്കറ്റ് പോലെ നാളെ ആകട്ടെ എന്ന് ഇതിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. പക്ഷേ ഘടികെ കണക്കെ നിൻ്റെ ആയുസ്സിൻ തീർച്ച, ഏത് സമയമാണ് നമ്മുടെ റൂഹ് നമ്മളെ വിട്ടു പോകുന്നതെന്ന് വ്യക്തമല്ല.
അതുകൊണ്ട് ഒരുപാട് ഗൗരവമായിട്ട് നമ്മൾ മറന്നു പോകും, നമ്മൾ പിന്നെയും മറക്കും, നമ്മൾ പിന്നെയും പിന്നെയും മറന്നുകൊണ്ടേയിരിക്കും. പക്ഷേ സമയമില്ല, നമ്മൾ തിരുത്തിയേ പറ്റുള്ളൂ. പരിശ്രമിക്കുക, നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നമ്മൾ പണിയെടുക്കണ്ടെന്നോ തിന്നണ്ടെന്നോ കുടിക്കണ്ടെന്നോ ഒന്നുമല്ല. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, ആ നാവിനെ സൂക്ഷിക്കുക. പലതും നടക്കും. നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുക. അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞാൽ ബോധ്യപ്പെടുന്നതാണെങ്കിൽ മാത്രം പറയാൻ പോവുക, അല്ലെങ്കിൽ പോകാതിരിക്കുക. ഇതൊക്കെ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നമുക്ക് ചില വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ തന്നെ പ്രതിയായി പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. ഒരിക്കൽ ഞാനിതുപോലെ യാത്ര ചെയ്യുകയാണ്, പാലക്കാട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ വലിയൊരു ക്ഷീണം തോന്നി. ഞാൻ റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടി ഒതുക്കി ഇട്ടുകൊണ്ട് മെല്ലെ സീറ്റ് വലിച്ച് ചാരി അങ്ങനെ കിടന്നു. ഉറക്കമൊന്നും വരുന്നില്ല, എങ്കിലും ആ ക്ഷീണമൊന്ന് മാറ്റാൻ വേണ്ടി ചാരി കിടന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ മിററിലൂടെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കും പുറകു ഭാഗത്തേക്ക്, വല്ല വണ്ടികളും പാഞ്ഞിങ്ങനെ വരുന്നുണ്ടോ. അങ്ങനെ എൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പെട്ടു. എൻ്റെ വണ്ടിയുടെ പുറകിൽ ആരൊക്കെയോ കിടന്ന് പിടക്കുന്നു. ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒരു ബൈക്ക് മറിഞ്ഞിരിക്കുകയാണ്. അതിലൊരു ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യ ഗർഭിണിയാണ്. ബൈക്ക് മറിഞ്ഞു വീണിരിക്കുകയാണ്. ഞാൻ വേഗം ഡോറ് തുറന്ന് ഇറങ്ങിച്ചെന്ന് ആ ബൈക്കെല്ലാം നിവർത്തി വെച്ച് അവരെ പിടിച്ചപ്പോൾ ഓരോരോ വണ്ടികൾ അവിടെ വന്ന് നിന്നു. ഈ വന്നു നിന്ന ആളുകളൊക്കെ എൻ്റെ മെക്കിട്ട് കയറുകയാണ്. കാരണം എൻ്റെ വണ്ടി തട്ടിയാണ് അവർ മറിഞ്ഞു വീണമെന്നുള്ള രീതിയിലായി. അവരെത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ, എങ്ങോട്ടോ യാത്രക്ക് പോകാൻ നിന്ന ഞാൻ അവിടെ കുടുങ്ങി. അങ്ങനെ അവരെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ച്. ആ കൂട്ടർ നല്ലവരായതുകൊണ്ട് അവരവിടെ ബോധ്യപ്പെടുത്തി ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ഇദ്ദേഹമാണ്. അവിടെ ഒരു തിരിച്ച് പറച്ചിൽ നടന്നാൽ അവർ പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് എന്നെ തട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങിയില്ലേ. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് ആരോട് ഇടപഴകുമ്പോഴും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരവസ്ഥയാണ്. നമ്മൾ കാണുന്ന വളരെയധികം സ്നേഹമുള്ളവരാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എല്ലാവരെയും നല്ലപോലെ പഠിച്ചിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമ്മുടെ നേരെ കടന്നു വരും. അല്ലാഹു അത്തരം ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നാം ഏവരെയും കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കേൾക്കാം. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ.